ചേട്ടാ, അപ്പൊ നമ്മള് കുളു മണാലിയൊക്കെ കണ്ട് നമ്മളിപ്പോ ദേ മണികരണിലെത്തിയല്ലേ? അതെ, നമ്മൾ മണികരനെത്തി. 1700 സീ ലെവലിൽ നിന്ന് ഹൈറ്റിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് മണികരൻ. 1700 ഓ, നല്ല ഹൈറ്റ് ആണല്ലേ? ഇത് ഭയങ്കര ഒരു അടിപൊളി സ്ഥലമാണ്. ഓർക്കുന്നുണ്ടോ ആ, നമ്മൾ അന്ന് പോയ സമയത്ത്? വഴികളൊക്കെ കുഞ്ഞാണെങ്കിലും നല്ല വളവും തിരിവും നമുക്കിങ്ങനെ പല സ്ഥലങ്ങൾ കാണാൻ പറ്റും. വന്ന വഴിയൊക്കെ നല്ല ഭംഗിയായിരുന്നു അല്ലേ? നല്ല രസം, നല്ല വ്യൂ ഉണ്ടായിരുന്നു. അതൊരു വേറെ വീഡിയോയിൽ നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അന്ന് ഓർക്കുന്നുണ്ട്, 2 ഹിന്ദിക്കാര്, ഒരു മധ്യപ്രദേശിൽ നിന്നുള്ള 2 കൂട്ടുകാരെയും കൂടെ കൂട്ടിയിട്ടായിരുന്നു നമ്മള് ചെറിയ പോയത്. ടാക്സി വെച്ച് വന്നത്. പക്ഷെ ഇവിടെ എത്തി ചെറിയ ചെറിയ കടകളൊക്കെ അവിടെ ഉണ്ട്. അല്ല, ആ ടാക്സി നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ നടന്നു കുറച്ച് ഇറങ്ങി ഇതേ ആ കാണുന്ന ഭാഗത്ത് കൂടി കണ്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോകുന്നു. കണ്ട നമ്മുടെ ടാക്സി ഡ്രൈവർ ആ ചെക്കൻ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളെ വെയിറ്റ് ചെയ്ത് പുള്ളി ഭയങ്കര സപ്പോർട്ടായിരുന്നു അല്ലേ? അതെ അതെ ഭയങ്കര ക്ഷമയൊക്കെ കാണിച്ച്. അന്ന് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് നമുക്ക് മണാലിയിൽ നിന്ന് 2000 രൂപയും കണ്ടെന്ന് വാങ്ങിയെന്ന് തോന്നുന്നു. അതെ, 2000 രൂപയ്ക്ക് നമ്മൾ 4 മണാലി പേര് വരെ അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു ഇങ്ങോട്ട്. അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് ആയിരുന്നു കേട്ടോ പുള്ളിയുടെ. നല്ല ഇതായിരുന്നു, സ്മൂത്ത് ആയിട്ട് എല്ലാം വളരെ കംഫർട്ടായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ പ്രസിദ്ധമായ സ്ഥലമാണ് ഇതേ. പക്ഷെ ഇറങ്ങുന്ന ഭാഗം കണ്ടോ, ഇവിടെയൊക്കെ കെട്ടിടത്തിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ചെറിയ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ അന്ന് ഇറങ്ങിയത്. അതെ അതെ, പക്ഷെ വൃത്തി ഇച്ചിരി കുറവുണ്ട്. അതാ വന്ന ഭാഗത്തൊക്കെ കുറച്ചും കൂടി ഒരു ഭംഗിയാക്കി ഇടാമായിരുന്നു. കാരണം ഇത്രയും ടൂറിസ്റ്റുകളും വിശ്വാസികളും എല്ലാം വരുന്ന സ്ഥലമായതുകൊണ്ട് കുറച്ചും കൂടെ ഭംഗിയാക്കി ഇട്ടാൽ നല്ല ഭംഗിയായിരുന്നു. നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഇവിടെ ചെന്നിട്ട് എങ്ങോട്ട് പോകണം എന്നൊരു കൺഫ്യൂഷൻ ചെയ്ത് നിൽക്കുന്ന രീതി തോന്നുന്നു. പക്ഷെ ഇതൊരു കാണേണ്ട സ്ഥലം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പോയിന്റ് കൂടിയാണ്. കാര്യം 2 മതവിശ്വാസികളുടെ ഒരു കേന്ദ്രമാണ് ഈ മണികരൻ, നമ്മളിപ്പോ ഈ പോകുന്ന സ്ഥലം. കണ്ട, നമുക്ക് ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. അതിലൊരു ഹിസ്റ്ററി ഉണ്ട്. നമുക്ക് വരുന്ന വഴിയൊക്കെ പറയാം. ആ വരുന്ന നമ്മുടെ ഓർക്കുന്നുണ്ടോ, 2 ഓർക്കുന്നുണ്ട്. ഒന്നൊരു ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞ നമ്മള് പറഞ്ഞൊരു പുള്ളി, അവര് ഷാരൂഖ് ഖാന്റെ സിനിമയിലെ ആക്ഷനൊക്കെ കാണിച്ചിട്ടാണ് നടക്കുന്നത്. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അല്ലെ? അതെ അതെ. ഇവിടെ പക്ഷെ നമ്മളിതിപ്പോ എളുപ്പത്തിന് എത്തിയതാട്ടോ. കാർ പാർക്ക് ചെയ്ത് കാർ വരുന്ന വേറൊരു വഴി കൂടി ഉണ്ട് അപ്പുറം. അപ്പൊ നല്ല വഴി അപ്പുറം ഭാഗത്തുണ്ട്. നമ്മൾ വന്ന വഴി ഈ എളുപ്പത്തിന് ഇങ്ങോട്ട് കയറി അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നിയത്. അപ്പൊ അപ്പുറം വഴി നല്ല ഭംഗിയായിട്ടുള്ള ഒരു വഴിയുണ്ട്. അങ്ങനെ നമ്മൾ നേരെ മണികരന്റെ ആ ഗേറ്റിലേക്ക് വരിക. സ്വാമിജീനെയൊക്കെ കണ്ടോടാ? കണ്ടു. ഇത് ശരിക്കും പുഴ ക്രോസ് ചെയ്തൊരു ബ്രിഡ്ജ് പണിതേക്കുക അല്ലെ? അതെ അതെ. ഭയങ്കര ഈ ഭാഗത്തുനിന്ന് ആയിരിക്കും ചിലപ്പോൾ വണ്ടിയൊക്കെ വരുന്നത്. നമ്മൾ